പെരിയാകൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒക്ടോബർ 26 മുതൽ നവംബർ 2 വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ പ്രചരണത്തിനാവശ്യമായ ബ്രോഷർ പ്രകാശനം ചെയ്തു. ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടക്കുന്നത്. പെരിയാകൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒക്ടോബർ 26 മുതൽ നവംബർ 2 വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ പ്രചരണാർത്ഥം ബ്രോഷർ പ്രകാശനം നടന്നു. ക്ഷേത്ര ഭരണസമിതി മുൻ പ്രസിഡന്റും പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ടി രാമകൃഷ്ണൻ നായർ നടുവിൽ വീട്, പെരിയ തറവാട് പ്രതിനിധി പി ഗംഗാധരൻ നായർ പരപ്പക്കെട്ട്, കൂടാനം വിഷ്ണുമൂർത്തി ദേവസ്ഥാനം പ്രസിഡന്റ് വി കൃഷ്ണൻ എന്നിവർക്ക് കൈമാറി ബ്രോഷറിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. സേവാ സംഘം പ്രസിഡന്റ് എ കെ സുരേഷ് ബാബു കൂടാനം അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രത്തിൽ 4ാം തവണയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. സേവാ സംഘം സെക്രട്ടറി കെ ആർ ബാബുരാജ് സ്വാഗതം പറഞ്ഞു. മറ്റ് സേവാ സംഘം ഭാരവാഹികൾ, ക്ഷേത്ര മാതൃസമിതി, ഭജനസമിതി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിയാകൂടാനം ശ്രീ മണിയന്തട്ട മഹാക്ഷേത്രത്തിൽ 4ാം തവണയും ഭാഗവത സപ്താഹം നടത്തുകയാണ്. ഒക്ടോബർ 26 മുതൽ നവംബർ 2 വരെ. ആ ഭാഗവത സപ്താഹത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളിൽ സ്വാഗതം ആദ്യമായി ക്ഷണിച്ചുകൊള്ളുന്നു. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് കൂടാനം മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രം. വിശേഷാൽ ഓരോ വർഷങ്ങളും പല പല പരിപാടികളും നമ്മൾ നടത്തലുണ്ട്. ഭാഗവത സപ്താഹം നടത്തുന്നത് യജ്ഞാചാര്യൻ പെരികമന ശ്രീധരൻ നമ്പൂതിരിയാണ്. അദ്ദേഹം 2005 ആദ്യമായി ഭാഗവത സപ്താഹം നടത്തിയ ഒരു ആചാര്യനാണ്. അന്നേ ദിവസം സപ്താഹം തുടങ്ങുന്നതിന് ഒക്ടോബർ 26 ഞായറാഴ്ച രാവിലെ അരവത്ത് കെ.യു. പത്മനാഭൻ തന്ത്രി അവരുടെ കാർമ്മികത്വത്തിൽ 108 ഘട്ടത്തിനുമേലെ മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയവും ഈ നാട്ടിൻ്റെ എല്ലാ ക്ഷേമ ഐശ്വര്യത്തിനും വേണ്ടി നടത്തുകയാണ്. ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.